തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം കെ സുധീർ എന്ന നേതാവിനെ അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നതാണ് ഇപ്പോൾ വരുന്നൊരു വാർത്ത. ആരാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം? അൻവർ. അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെ സുധീറിനെ പാർട്ടി വിരുദ്ധ നടപടി എന്നത്, അതായത് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിരിക്കുന്നു എന്ന്. ഇനി കെ സുധീർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെ സുധീർ തൃണമൂൽ കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലാ കോർഡിനേറ്ററാണ്. ഞാൻ കരുതിയത് ഈ അൻവർ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്തത് എന്നാണ്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് അല്ല. DMKയുടെ, അതായത് ഇടതുപക്ഷവുമായിട്ട് പിണങ്ങി പിരിഞ്ഞതിന് ശേഷം DMK എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി അൻവർ രൂപീകരിച്ചിരുന്നല്ലോ. തമിഴ്നാട്ടിൽ DMK അടുത്ത് പോയി അവർ നടക്കൂല മോനെ വിട്ടോ, നമ്മൾ കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പമാണ്, ഇടതുപക്ഷമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് പിണങ്ങിപ്പിരിഞ്ഞ ഒരാളെ ഇവിടുത്തെ DMKയുടെ ഒരു ആളാക്കിയിട്ട് കേരളത്തിൽ DMKയുടെ ചുമതലയുള്ള ഒരാളാക്കി അൻവറിനെ നിർത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, വണ്ടി വിട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ അതേ DMK എന്ന പേരിൽ തന്നെ കേരളത്തിൽ വന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്ട്രേഷനൊന്നും ചെയ്തിട്ടില്ല, അങ്ങ് രൂപീകരിച്ചു ആൾ. അതിൽ ഈ DMKയുടെ ഭാഗമായിട്ട് DMK രൂപീകരിച്ചതിന് ശേഷം 2 ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു വളരെ പെട്ടെന്ന് തന്നെ. ഒന്ന് പാലക്കാടും മറ്റൊന്ന് ചേലക്കരയും. രണ്ടിടത്തും DMKയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അപ്പോൾ പാലക്കാട് ജീവകാരുണ്യ പ്രവർത്തകനായിട്ടുള്ള മിൻഹാജ് മെദാർ എന്ന് പറയുന്ന ആളെയും ഈ പറഞ്ഞ ചേലക്കരയിൽ കെ സുധീറിനെയും പ്രഖ്യാപിച്ചു. ആരാണ് കെ സുധീർ? കെ സുധീർ കോൺഗ്രസിൻ്റെ AICC അംഗമായിരുന്നു, ദളിത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹം ചേലക്കര ബൈ ഇലക്ഷനിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടും എന്ന് കരുതി. സീറ്റ് കിട്ടിയില്ല, ലിസ്റ്റിൽ പേരുണ്ടായില്ല. ആ സങ്കടം എനിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആരും വിളിച്ച് ആശ്വസിപ്പിച്ചില്ല, ആരും സമാധാനിപ്പിച്ചില്ല. അതുകൊണ്ട് കോൺഗ്രസുമായിട്ടുള്ള ബന്ധമൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ ഇനി അൻവറിൻ്റെ കൂടെയാണ്, DMKയിലാണെന്ന് പറഞ്ഞിട്ട് DMKയുടെ കാൻഡിഡേറ്റായിട്ട് അദ്ദേഹം അവിടെ UDFുമായും കോൺഗ്രസുമായുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ മത്സരിക്കുന്നു. അങ്ങനെ ചേലക്കരയിൽ മത്സരിച്ചു. ഇടത് കോട്ടയായിട്ടുള്ള ചേലക്കരയിൽ ഏകദേശം 3920 വോട്ട് അദ്ദേഹം പിടിച്ചു. അദ്ദേഹത്തിന് വ്യക്തിബന്ധങ്ങളുണ്ട്. ആ വ്യക്തിബന്ധങ്ങളുടെയൊക്കെ ചുവട് പിടിച്ച്, അല്ലെങ്കിൽ ആ വ്യക്തിബന്ധങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം 3920 ആൾക്കാരുടെ പിന്തുണ നേടി. അത് ചെറിയ കാര്യമൊന്നുമല്ല. ഇടത് കോട്ടയിൽ ഏകദേശം 4000-ഓളം വോട്ടുകൾ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അദ്ദേഹത്തിൻ്റെ മികച്ച മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും കരുത്ത് തെളിയിച്ച അദ്ദേഹം ആണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചേലക്കരയിൽ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയ സമയത്ത് അൻവർ UDF നേതൃത്വത്തോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിയെ രമ്യ ഹരിദാസിനെ അവർ പിൻവലിപ്പിക്കുക, അവരുടെ പത്രിക, എന്നിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ തരിക. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ പാലക്കാട് നിർത്തിയ സ്ഥാനാർത്ഥി ഞങ്ങൾ പിൻവലിക്കും, എന്നിട്ട് അവിടെ രാഹുലിന് പിന്തുണ നൽകും. എങ്ങനെയുണ്ട്? നടക്കൂലേ എന്ന് പറഞ്ഞു. സതീശനും UDFിൻ്റെ നേതാക്കളും പറഞ്ഞു, അൻവർ ഒരു കാര്യം ചെയ്യും, വന്ന വഴി അറിയാലോ, നേരെ വിട്ടോ, ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ജയിപ്പിച്ചെടുക്കാനുള്ള പണി ഞങ്ങൾ എടുത്തോളാം, അൻവറിൻ്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട, അൻവറിൻ്റെതായ രീതിയിൽ പൊക്കോ, അൻവറിനെ ഞങ്ങൾ അടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല, വണ്ടി വിട്ടോ, 100 വിട്ടോ എന്ന് പറഞ്ഞു അൻവറിനോട്. അൻവർ പിന്നെ രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടം അൻവറിനെ ചെന്ന് കാണുന്നു. അവർ തമ്മിലൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തി. അൻവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റിക്വസ്റ്റ് പരിഗണിച്ച് പാലക്കാട് നിർത്തിയ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. പക്ഷേ ചേലക്കരയിൽ പിൻവലിച്ചില്ല. ചേലക്കരയിൽ സ്ഥാനാർത്ഥിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് കോൺഗ്രസ്സിന് അത്യാവശ്യം നല്ല ക്ഷീണമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഏകദേശം 4000-ഓളം വോട്ട് പിടിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ അൻവർ കൂട്ടരും തൃണമൂൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തത്. അൻവർ തൃണമൂൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തു എന്നതാണ് അന്ന് കേട്ടിരുന്ന വാർത്ത. അൻവറും DMKയും ജോയിൻ ചെയ്തു എന്നുള്ളത് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്തതുകൊണ്ട് DMKയിലുണ്ടായിരുന്ന ആളുകൾ, DMK എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയിലുണ്ടായിരുന്ന ആളുകൾ അൻവറിനോടൊപ്പം തൃണമൂലിൽ ജോയിൻ ചെയ്തോ എന്നതിനെക്കുറിച്ച് ആർക്കും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അൻവർ ഈ പറഞ്ഞ പഴയ സതീർത്ഥിനെ, കെ സുധീറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നടപടി എടുത്തതോടുകൂടിയാണ് ഇങ്ങനെ അൻവറിൻ്റെ കൂടെ കുറച്ച് ആളുകൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നു. കെ സുധീർ പാർട്ടി വിരുദ്ധ പ്രവർത്തനം തൃണമൂൽ കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലാ കോർഡിനേറ്ററായിട്ട് ഇരിക്കുന്ന സമയത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി. അതിനാൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് 3 വർഷത്തേക്ക് പുറത്താക്കുന്നു എന്നതാണ് എടുത്ത തീരുമാനം. കൃത്യമായിട്ടും അൻവറിന് ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് മമതാ ബാനർജിയുടെ നിർദ്ദേശങ്ങളുണ്ട്. സംസ്ഥാനത്തെ കാര്യങ്ങളെല്ലാം തന്നെ
PV അൻവറാണ് തീരുമാനിക്കുന്നത്. അൻവറിന് കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടിയെ, തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ ഒന്ന് വേരുറപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക. അങ്ങനെയൊക്കെ അൻവറിന് പോകാം. അതിനുള്ള എല്ലാ പിന്തുണയും, സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകാം എന്നാണ് ദീദി പറഞ്ഞത് എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ കേട്ടിട്ടില്ലേ, ഇലക്ഷൻ്റെ സമയത്ത് ദീദി പറഞ്ഞു ആരൊക്കെ വേണം, മന്ത്രിമാർ വേണം, MP മാർ വേണം, എത്ര പേര് വേണം, നിങ്ങൾ കൊണ്ടുപോകുമോ, ഞാൻ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് അൻവറാണ് സംസ്ഥാനത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, അൻവറിൽ ഈ മമതാ ബാനർജിക്കുള്ള താല്പര്യവും പിന്തുണയും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനേ, കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അൻവർ ഒരു നാടകം കളിച്ചു. അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ കത്തില്ലാതെ പത്രിക കൊണ്ടേ കൊടുത്തു. അവരുടെ പിന്തുണ കത്തില്ലാതെ, ഞങ്ങളുടെ കാൻഡിഡേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ കത്തില്ലാതെ ഈ കാൻഡിഡേറ്റിൻ്റെ പത്രിക സമർപ്പിച്ചു. ആ പത്രിക തള്ളി. വേറൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, സ്വതന്ത്രനായിട്ടുള്ളൊരു പത്രികയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പത്രികയാണ് സ്വീകരിക്കുകയും ചെയ്തത്. പക്ഷേ PV അൻവറിന് വേണ്ടി തൃണമൂലിൻ്റെ നേതാക്കന്മാരുടെ പ്രവർത്തനത്തിന് വന്നു. എന്തിനാണ് തൃണമൂലിൻ്റെ നേതാക്കന്മാർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ പ്രവർത്തനത്തിന് വരുന്നത്? PV അൻവർ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയാണോ? അല്ല. PV അൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ. യൂസഫ് പത്താൻ ഉൾപ്പെടെയുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ പശ്ചിമ ബംഗാളിൽ നിന്നും ദില്ലിയിൽ നിന്നൊക്കെ ആയിട്ട് കേരളത്തിൽ നിലമ്പൂരേക്ക് വരുന്നു. നിലമ്പൂർ വന്ന് വലിയ ഒരു എന്താ പറയുക, അവരുടെ ഒരു ശക്തി പ്രകടനം നടത്തുന്നു. അതിൽ അത്യാവശ്യം നല്ല ആളുകളും ഉണ്ട്. അതെല്ലാം അൻവറിൻ്റെ വോട്ടാണ് എന്ന് പറയുന്നില്ല. ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ വന്നു ഇവിടെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ദീദി എത്രത്തോളം PV അൻവറിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ PV അൻവറിന് അപ്പുറത്തേക്ക് ഒരു വാക്ക് തൃണമൂൽ കോൺഗ്രസിനില്ല എന്നുള്ളതാണ് വസ്തുത. തൃണമൂൽ കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി തന്നെ കേരളത്തിൽ നേരത്തെ ഉണ്ട്. പക്ഷേ ആ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ട് എന്ന് അറിയിക്കാൻ PV അൻവർ വന്നതുകൊണ്ടാണ് സാധിച്ചത് എന്നാണ് ദേശീയ നേതൃത്വം കരുതുന്നത്. ഇത്രയും വർഷമായിട്ട് ഇവിടെ PV അൻവർ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ PV അൻവറിന് ചെയ്യാൻ കഴിയുന്നത് പോലെയോ ഒരു കാര്യവും ഇപ്പോഴുള്ള സംസ്ഥാന നേതൃത്വത്തിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കേണ്ടത് PV അൻവറാണ്. PV അൻവറാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന് തടസ്സം നിൽക്കുന്ന ആരായാലും അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള പൂർണ്ണ അധികാരം PV അൻവറിനുണ്ട്. നമ്മുടെ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അത്യാവശ്യം വേരുറപ്പിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ്സിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ ഒന്ന് തൃണമൂൽ കോൺഗ്രസ്സിനെ UDFൻ്റെ ഘടകകക്ഷിയാക്കുക എന്നതാണ്. UDFൻ്റെ ഘടകകക്ഷിയാക്കി മത്സരിച്ചാൽ സ്വാഭാവികമായിട്ടും തൃണമൂൽ കോൺഗ്രസ്സിന് നിയമസഭയിലേക്ക് ഒരു അംഗത്വം ലഭിക്കാൻ സാധിക്കും എന്ന് മമതാ ബാനർജിയെ കൃത്യമായിട്ട് PV അൻവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം അത് പ്രാവർത്തികമാക്കാൻ സാധിക്കും അല്ലെങ്കിൽ എത്രത്തോളം സക്സസ് ആവും എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇപ്പോൾ ആർക്കുമില്ല. കാരണം PV അൻവറിനെയും തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി അവർ കണക്കാക്കുന്നില്ല. PV അൻവറിനെ എന്തായാലും UDFലേക്ക് അടുപ്പിക്കേണ്ടതില്ല, UDFയിൽ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവായ VD സതീശനും മറ്റ് പല നേതാക്കന്മാർക്കും, അതായത് പല നേതാക്കന്മാർ വെച്ചാൽ കുറച്ച് ലീഗിൻ്റെ നേതാക്കന്മാർക്കും ഒക്കെ ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞ സംസ്ഥാന KPCCയുടെ അധ്യക്ഷനോ അല്ലെങ്കിൽ മുൻ അധ്യക്ഷനോ ഒന്നും PV അൻവറിനോട് ഒരു ഐത്തവും കൽപ്പിക്കുന്നില്ല. അവർക്ക് PV അൻവറിനെ കൂടെ കൂട്ടിയാൽ കൊള്ളാം എന്നുണ്ട്. പക്ഷേ സതീശൻ്റെ ശക്തമായ നിലപാട്, കർക്കശമുള്ള നിലപാട്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കളെ, ഇവർക്ക് PV അൻവറുമായിട്ട് യാതൊരു വിധത്തിലുള്ള അടുപ്പവുമില്ല. അവർക്ക് PV അൻവറിനെ അടുപ്പിക്കാനും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് UDFയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് അവരുടെ ഭാവി എത്രത്തോളം ഉണ്ടാകും, അത് എത്രത്തോളം അനിശ്ചിതത്വത്തിലാണ് എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, PV അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ഇടതുപക്ഷത്തേക്കോ NDA ആയിട്ടോ ഒന്നും സന്ധി ചേരാൻ അവർക്ക് സാധിക്കില്ല. അങ്ങനെ സാധ്യതയില്ലാത്ത ഘട്ടത്തിൽ എന്തായാലും അധികാരമില്ലാത്തതുകൊണ്ട് PV അൻവറിന് വേറെ ഒന്നും ചെയ്യാനില്ല. PV അൻവറിന് എങ്ങനെയെങ്കിലും ഒരു നിയമസഭാ അംഗമായിട്ട് വീണ്ടും നിയമസഭയിലേക്ക് എത്തണം. അതിനുവേണ്ടി UDFൻ്റെ കാല് പിടിക്കുക എന്നല്ലാതെ UDFൻ്റെ കാല് പിടിച്ച് ഏതെങ്കിലും ഒരു സീറ്റ് തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി വാങ്ങിയെടുക്കുക, അവിടെ എങ്ങനെയെങ്കിലും പൈസ ഇറക്കിയിട്ടോ എങ്ങനെയായാലും ജയിച്ച് കയറുക, അതാണ് PV അൻവറിൻ്റെ ലക്ഷ്യം. അല്ലാത്ത പക്ഷം PV അൻവർ രാഷ്ട്രീയ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ആഫ്രിക്കയിലെ ഖനികളിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ PV അൻവർ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് കേരളത്തിൽ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ കേരളത്തിൽ ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ് നല്ലൊരു ഭാവിയുണ്ട്. ചെറുപ്പക്കാരെ നമുക്കിതിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. അതുവഴി കേരളത്തിൽ ഒരു വലിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഭാവിയിൽ
വിദൂര ഭാവിയിലെങ്കിലും കേരളത്തിൽ ഒരു കുറച്ചധികം സീറ്റുകൾ നേടി ഒരു ഭരണത്തിലിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും എന്നൊക്കെയാണ് പി വി അൻവർ പാവം മമതാ ബാനർജിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. എന്താകും കഥ എന്നൊന്നും അറിയില്ല. പക്ഷേ പി വി അൻവറിന് പൂർണ്ണ ചുമതല, പൂർണ്ണ അധികാരം മമതാ ബാനർജി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പി വി അൻവറിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നവരൊക്കെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. അതാണ് ഇപ്പോൾ എൻ കെ സുധീറിന് സംഭവിച്ചിരിക്കുന്നത്.